Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. എല്ലാവർക്കും good afternoon. ഒരു സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? PDF-ലുള്ള കാര്യങ്ങള് കാണാൻ പറ്റുന്നുണ്ടോ? സ്മോൾ ലെറ്റേഴ്സ് ആണോ? വലുതായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ട്, കുഴപ്പമില്ല. അപ്പൊ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്. വായിച്ചു നോക്കിയോ ക്ലാസ് എടുത്തതിന് ശേഷം? വായിച്ചോ? നജുവ എന്നല്ലേ പേര്? PS ഗാലറി, ഗാലറി വായിച്ചു നോക്കിയോ? ആദ്യത്തെ ഇൻപേഷ്യന്റ് ഏരിയ അത് മാത്രം വായിച്ചിട്ടുള്ളൂ. വാട്ട് ഈസ് അഡ്മിഷൻ വായിച്ചിട്ടില്ല. ഫസ്റ്റത്തെ 3 പോയിന്റ് വാങ്ങിച്ചുള്ളൂ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? കുഴപ്പമില്ല, താങ്ക് യു. മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? ഉണ്ട്. ഓക്കെ, താങ്ക്സ്. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം അല്ലെ? മൈക്ക് ഓഫ് ചെയ്യുവാണ് കേട്ടോ. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് അഡ്മിഷൻ ആണ് കേട്ടോ. 2 രീതിയിൽ അഡ്മിഷൻ ഉണ്ട്. ആ ഒരു ടൈപ്പ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 2 ടൈപ്സ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ എമർജൻസി അഡ്മിഷൻ, അനദർ വൺ റൂട്ടീൻ അഡ്മിഷൻ. ഓക്കെ, അപ്പൊ എമർജൻസി അഡ്മിഷൻ എന്താണ് നമുക്ക് നോക്കാം.
Emergency admission, clients are admitted with the acute condition requiring immediate treatment. Example, client with a heart attack, accidents, poisoning, etc. Page number 49 അല്ലേ? നിങ്ങൾക്ക് അത് തന്നെയാണോ ടെക്സ്റ്റിലുള്ളത്? 49 ആണോ? 45 ആണ്. 45 ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ എന്താണ് എമർജൻസി അഡ്മിഷൻ എന്ന് നോക്കാം. ക്ലയൻസ് ആർ അഡ്മിറ്റഡ് വിത്ത് അക്യൂട്ട് കണ്ടീഷൻസ് requiring immediate treatment. Example, client with a heart attack, accidents, poisoning, etc. അതായത് ഉടനടി ചികിത്സ ആവശ്യമായ സാഹചര്യങ്ങളോടെയാണ് ക്ലയന്റുകളെ എന്തിൽ പ്രവേശിപ്പിക്കുന്നത്? എമർജൻസി അഡ്മിഷനിൽ പ്രവേശിപ്പിക്കുന്നത്. അക്യൂട്ട് കണ്ടീഷൻ ആണ്, കുറച്ചുകൂടി ഗുരുതരമായിട്ടുള്ള ആ സാഹചര്യങ്ങളോടെയാണ് രോഗികള് ഇത്തരത്തില് എത്തുന്നത്. അപ്പോ അക്യൂട്ട് കണ്ടീഷൻ അല്ലെങ്കിൽ തീവ്രമായിട്ടുള്ള അല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള രോഗങ്ങളോടുകൂടി അല്ലെങ്കിൽ അസുഖാവസ്ഥയോടുകൂടി പേഷ്യൻസ് വരുവാണെങ്കിൽ അത്തരത്തിലുള്ള ആളുകളെ എമർജൻസി അഡ്മിഷൻ ആണ് എടുക്കുന്നത്. ഇപ്പൊ ഹാർട്ട് അറ്റാക്കുമായിട്ട് വരുന്ന ഒരു പേഷ്യന്റ്, അല്ലെങ്കിൽ ആക്സിഡന്റ് പറ്റി വരുന്ന പേഷ്യന്റ്, അല്ലെങ്കിൽ വിഷം കഴിച്ചു വരുന്ന പേഷ്യൻസ്, വിഷബാധയേറ്റ് വരുന്ന പേഷ്യൻസ്, ഇത്തരത്തിലുള്ള പേഷ്യൻസിനൊക്കെ എന്ത് അഡ്മിഷനാണ് കൊടുക്കുന്നത്? എമർജൻസി അഡ്മിഷൻ ആണ് കൊടുക്കുന്നത് കേട്ടോ. സാധാ അഡ്മിഷൻ അല്ല, അല്ലെങ്കിൽ പതിവ് അഡ്മിഷൻ അല്ല, നോർമൽ ആയിട്ടുള്ള അഡ്മിഷൻ അല്ല കൊടുക്കുന്നത്, എമർജൻസി അഡ്മിഷൻ ആണ്. അവര് ഒ പിയില് ചെന്ന് കാത്തു നിൽക്കേണ്ട ആവശ്യകതയുണ്ടോ? അത്തരത്തിലുള്ള ആവശ്യമുണ്ടോ? ഒ പിയിൽ ചെല്ലണോ? കാത്തു നിൽക്കണോ? ക്യൂ നിൽക്കണോ? വേണ്ട അല്ലെ? അവർക്ക് ഉടനടി തന്നെ എന്ത് കിട്ടുന്നതാണ്? ചികിത്സ കിട്ടുന്നതാണ് കേട്ടോ. അപ്പൊ ഹാർട്ട് അറ്റാക്കുമായിട്ട് വരുന്ന പേഷ്യൻസ്, അതുപോലെ തന്നെ ആക്സിഡന്റ് പറ്റി വരുന്ന പേഷ്യൻസ്, പോയ്സണിംഗ് ആയിട്ട് വരുന്ന പേഷ്യൻസിനൊക്കെ കൊടുക്കുന്ന അഡ്മിഷൻ എന്ന് പറയുന്നത് എമർജൻസി അഡ്മിഷൻ ആണ്. അക്യൂട്ട് കണ്ടീഷനിലായിരിക്കും പേഷ്യൻസ് ഹോസ്പിറ്റലിലേക്ക് വരിക. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തെ പോയിന്റ് ആണ് റുട്ടീൻ അഡ്മിഷൻ. ഓക്കെ, റുട്ടീൻ അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ നോർമൽ ആയിട്ടുള്ള അഡ്മിഷൻ ആണ്, അല്ലെങ്കിൽ പതിവ് അഡ്മിഷൻ, അതായത് റെഗുലർ ആയിട്ട് നടക്കുന്ന അഡ്മിഷൻസിനെയാണ് റുട്ടീൻ അഡ്മിഷൻ എന്ന് പറയുന്നത്. ക്ലയൻസ് ആർ അഡ്മിറ്റഡ് ഫോർ ഇൻവെസ്റ്റിഗേഷൻസ് ആൻഡ് പ്ലാൻഡ് ട്രീറ്റ്മെന്റ് ആൻഡ് സർജറീസ്. എക്സാമ്പിൾ, ക്ലയന്റ് വിത്ത് ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ്, ബ്രോങ്കൈറ്റിസ്, എക്സെട്ര. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കിയേ, അതായത് റുട്ടീൻ അഡ്മിഷൻ എന്ന് പറയുന്നത് അന്വേഷണങ്ങൾക്കും അതുപോലെ തന്നെ പ്ലാൻഡ് ആയിട്ടുള്ള ചികിത്സകൾക്കും, അതായത് ആസൂത്രിതമായിട്ടുള്ള ചികിത്സകൾക്കും സർജറീസിനും ക്ലയന്റിനെ പ്രവേശിപ്പിക്കുന്നതാണ് എന്ത്? റൂട്ടീൻ അഡ്മിഷൻ എന്ന് പറയുന്നത്. അതായത് നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിട്ടുള്ള അഡ്മിഷൻ ആയിരിക്കും എന്ത് വരിക? റൂട്ടീൻ അഡ്മിഷൻ വരുന്നത്. ഓക്കെ, അതായത് സാധാരണ നമുക്കൊരു പനിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചുമയോ അല്ലെങ്കിൽ എന്തെങ്കിലും ശ്വാസം മുട്ടലോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പേഷ്യൻസിനെ ഏത് അഡ്മിഷനാണ് കൊടുക്കുന്നത്? റൂട്ടീൻ അഡ്മിഷനാണ് കൊടുക്കുന്നത്. മാത്രമല്ല ചില പരിശോധനകൾക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നേരത്തെ തന്നെ ആസൂത്രണം ചെയ്തിട്ടുള്ള ചില ചികിത്സകൾക്കും വേണ്ടിയിട്ടും ചില സർജറീസിനും വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യാറുണ്ട്? രോഗികള് ഇത്തരത്തില് റൂട്ടീൻ അഡ്മിഷൻ എടുക്കാറുണ്ട്. ഓക്കെ, ഒരു രോഗി ഡോക്ടറെ വന്ന് കാണുമ്പോൾ ആ രോഗിയോട് ഡോക്ടർ പറയുവാണ് ഞങ്ങൾക്ക് സർജറി ആവശ്യമാണെന്ന് പറയുന്നത്. അപ്പോ ആ സമയം തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, സർജറി ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അല്ലെ? അപ്പൊ പറയും പോയിട്ട് ഇന്ന ദിവസം വരൂ, ഒന്ന് പ്ലാൻ ചെയ്തിട്ട് വരൂ, പ്രിപ്പയർ ആയിട്ട് വരൂ എന്ന് പറയും. അപ്പൊ രോഗി എന്ത് ചെയ്യും? ആ സമയമാകുമ്പോൾ അതിനു വേണ്ടിയിട്ട് തയ്യാറെടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാനായിട്ട് വരും. അതിനെ പറയുന്നതാണ് എന്ത്? റുട്ടീൻ അഡ്മിഷൻ. പിന്നെ ഇതിന് എക്സാമ്പിൾ വരുന്നത് ഹൈപ്പർ ടെൻഷനുമായിട്ട് വരുന്ന പേഷ്യൻസ്, അതുപോലെ ഡയബറ്റീസുമായിട്ട് വരുന്ന പേഷ്യൻസ്, ബ്രോങ്കൈറ്റീസുമായിട്ട് വരുന്ന പേഷ്യൻസ് ഒക്കെ റുട്ടീൻ അഡ്മിഷൻ ആണ് എടുക്കുന്നത്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? ക്ലിയർ ആണോ? അതിന്റെ എക്സാമ്പിൾ ആണ് കേട്ടോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. റുട്ടീൻ അഡ്മിഷനും എമർജൻസി അഡ്മിഷൻ. അത് ചോദിക്കാം, രണ്ടും ചോദിക്കാം.
അതുപോലെ തന്നെ അതിന്റെ എക്സാമ്പിളും ഇമ്പോർട്ടന്റ്. ഇനി നമുക്ക് അഡ്മിഷൻ പ്രൊസീജിയർ നോക്കാം. ത്രോ OPD. OPD-യിലൂടെയുള്ള അഡ്മിഷൻ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, നിങ്ങള് ആദ്യം ആ പേജ് ഒന്ന് റീഡ് ചെയ്യുക കേട്ടോ. ഫുൾ പേജ് ഒന്ന് റീഡ് ചെയ്യുക. റീഡ് ചെയ്തതിന് ശേഷം തമ്പ് ചെയ്യുക. ഓക്കെ, കഴിഞ്ഞു. അപ്പൊ നമുക്ക് അഡ്മിഷൻ പ്രൊസീജിയർ നോക്കാം. റിസീവിംഗ് ദ പേഷ്യന്റ്. ആദ്യം പേഷ്യന്റിനെ റിസീവ് ആണ് ചെയ്യുന്നത്, അല്ലെ, സ്വീകരിക്കുന്നു. The personnel in the admitting department should greet and make the patient feel comfortable. Admission ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫ് എന്ത് ചെയ്യുന്നുണ്ട്? പേഷ്യന്റിനെ നല്ല രീതിയിൽ റിസീവ് ചെയ്യുന്നുണ്ട്. അതായത് അവരെ ഗ്രീറ്റ് ചെയ്യുന്നു, അവരെ കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലാണ് വെൽക്കം ചെയ്യുന്നത്. ആര്? അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫ്. ഓക്കെ, അപ്പൊ അഡ്മിറ്റ് ആയിട്ട് വരുന്ന പേഷ്യൻസിനെ ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യുന്നു? അവരെ ഗ്രീറ്റ് ചെയ്തിട്ട് അവരെ കംഫർട്ടബിൾ ആക്കി റിസീവ് ചെയ്യുന്നു. അതിന്റെ താഴെ ഒരു ക്ലോസ് പോലെ കൊടുത്തിട്ടുണ്ട്. In emergency condition, no time should be wasted to start the treatment. The manner in which a doctor or nurse receive the client is the most important aspect of reception in case of emergency. ഇനി എമർജൻസി കണ്ടീഷനിൽ വരുന്ന പേഷ്യന്റ് ആണെങ്കിൽ അവർക്ക് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒട്ടും തന്നെ സമയം പാഴാക്കാനില്ല, വേസ്റ്റ് ചെയ്യാനില്ല. ഓക്കെ, അപ്പൊ ആ ഒരു സാഹചര്യത്തില് ഒന്നില്ലെങ്കിൽ ഡോക്ടറോ അല്ലെങ്കിൽ നഴ്സോ ആയിരിക്കും എമർജൻസി കണ്ടീഷനിലുള്ള രോഗിയെ സ്വീകരിക്കുന്നത്. ആ സമയത്ത് ചിലപ്പോൾ നമുക്ക് ഗ്രീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവരെ കംഫർട്ടബിൾ ആക്കാനോ ഒന്നും തന്നെ സമയം കിട്ടിയെന്ന് വരില്ല, അല്ലെങ്കിൽ സമയം ഉണ്ടാകണം എന്നില്ല. ഈ എമർജൻസി ആയിട്ടുള്ള പേഷ്യൻസിന് എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ എയിം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ അത്തരത്തിലുള്ള സാഹചര്യത്തില് അവരെ സ്വീകരിക്കാനോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള പരിചരണം കൊടുക്കാനോ, പരിചരണം മീൻസ് അവരെ എന്താ പറയാ, ഗ്രീറ്റ് ചെയ്യുന്ന രീതിയിൽ അവരെ റിസീവ് ചെയ്യാനോ ഒന്നും തന്നെ നിൽക്കരുത്. എത്രയും പെട്ടെന്ന് അവർക്ക് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്, എമർജൻസി കണ്ടീഷനിലാണെങ്കിൽ കേട്ടോ.
നോർമൽ ആയിട്ട് വരുന്ന പേഷ്യൻസിന് നമുക്ക് ഗ്രീറ്റ് ചെയ്യാം, അവരെ കംഫർട്ടബിൾ ആക്കുന്ന രീതിയിൽ അവരെ വെൽക്കം ചെയ്യാം. പക്ഷെ എമർജൻസിയിലാണ് വരുന്നതെങ്കിൽ എത്രയും പെട്ടെന്ന് അവർക്ക് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാം. വ്യത്യാസം മനസ്സിലായോ? ഓക്കെ ആണോ? ഓക്കെ. ദെൻ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് റെക്കോർഡിംഗ് ഓഫ് സോഷ്യൽ ഡാറ്റ. Clerk in record section records data essential for identification of clients, social data, name, age, sex, education, address, occupation, religion, income, marital status, telephone number, etc. അതായത് ഇനി അടുത്തത് എന്താ ചെയ്യേണ്ടത്? അവരുടെ സോഷ്യൽ ഡാറ്റ കളക്ട് ചെയ്യണം. റെക്കോർഡിംഗ്, അതായത് റെക്കോർഡ് റൂമിലെ ക്ലർക്ക് എന്ത് ചെയ്യും? അവരുടെ ഡീറ്റെയിൽസ് എടുക്കാനായിട്ട് വരും. അഡ്മിഷൻ ആകപ്പെടുന്ന അല്ലെങ്കിൽ അഡ്മിഷൻ ചെയ്യുന്ന പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് എടുക്കാനായിട്ട് വരും. അപ്പൊ ആ സാഹചര്യത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവര് കളക്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതായത് പേഷ്യന്റിന്റെ പേര്, വയസ്സ്, അതുപോലെ സെക്സ്, എഡ്യൂക്കേഷൻ, അഡ്രസ്, ഒക്യുപ്പേഷൻ, റിലീജിയൻ, ഇൻകം, മാരിറ്റൽ സ്റ്റാറ്റസ്, ടെലിഫോൺ നമ്പർ തുടങ്ങിയ വിവരങ്ങൾ റെക്കോർഡ് റൂമിലെ ക്ലർക്ക് വന്ന് കളക്ട് ചെയ്യുന്നതാണ്. അപ്പൊ ആദ്യം പേഷ്യന്റിനെ റിസീവ് ചെയ്യുന്നു, ദെൻ അവരുടെ വിവരങ്ങൾ ശേഖരിക്കും. ഇനി എമർജൻസി ആയിട്ടുള്ള പേഷ്യൻസിനെ ഗ്രീറ്റ് ചെയ്യാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. ആ സമയത്ത് അവർക്ക് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ചെയ്യുന്നത്. 2 പോയിന്റ് ഓക്കെ അല്ലേ? അടുത്തത് പറഞ്ഞോട്ടെ. ഇനി അടുത്തത് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദ അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റ്. അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഗ്യാദർ പേഷ്യന്റ് ഇൻഫോർമേഷൻ, നെയിം, ഏജ്, സെക്സ്, അഡ്രസ്, മൊബൈൽ നമ്പർ എക്സെട്ര. ഫസ്റ്റ് തന്നെ പേഷ്യന്റിന്റെ വിവരങ്ങൾ ഗ്യാദർ ചെയ്യും അല്ലെങ്കിൽ കളക്ട് ചെയ്യും. ഓക്കെ, പേഷ്യന്റിന്റെ വിവരങ്ങൾ എന്ത് ചെയ്യുന്നു? കളക്ട് ചെയ്യുന്നു. അത് എന്തൊക്കെയാണ് അതിനകത്ത് വരിക? നമുക്കറിയാം, പേഷ്യന്റിന്റെ പേരും അതുപോലെ വയസ്സും മേൽവിലാസം, അഡ്രസ്, മൊബൈൽ നമ്പർ തുടങ്ങിയ കാര്യങ്ങൾ കളക്ട് ചെയ്യുന്നു. രണ്ടാമത്തത് പ്രിപ്പയർ മെഡിക്കൽ റെക്കോർഡ്. അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യന്റിന് ഒരു മെഡിക്കൽ റെക്കോർഡ് പ്രിപ്പയർ ചെയ്യുന്നു, ഒരു ഫയൽ അവർക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നു. മൂന്നാമത്തത് പ്രിപ്പയർ പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ ബ്രേസ്ലെറ്റ്. നമുക്കറിയാം, ചില പേഷ്യൻസിന് ചില ഹോസ്പിറ്റലിലൊക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്, ഐഡന്റിഫിക്കേഷൻ ബ്രേസ്ലെറ്റ് കൊടുക്കാറുണ്ട് അല്ലെ? എന്തിനു വേണ്ടിയിട്ടാ? ഒന്ന് കമന്റ് ചെയ്യാമോ? എന്തിനു വേണ്ടിയിട്ടാണ് ഐഡന്റിഫിക്കേഷൻ ബ്രേസ്ലെറ്റ് കൊടുക്കുന്നത്? എന്തിനായിരിക്കും ഐഡന്റിഫിക്കേഷൻ ബ്രേസ്ലെറ്റ് കൊടുക്കുന്ന പേഷ്യൻസിന്? എന്താണ് ഐഡന്റിഫിക്കേഷൻ ബ്രേസ്ലെറ്റ്? കണ്ടിട്ടുണ്ടോ? ആ, തിരിച്ചറിയാനാണ് അല്ലേ? ആ, മാറിപ്പോകാതെ ഇരിക്കാനല്ലേ? കയ്യിലിടുന്ന ഒരു ബാൻഡ് പോലത്തെ സാധനമാണ് അല്ലേ? നമ്മുടെ കയ്യിലിടുന്നത് വള പോലെ കിടക്കും അല്ലെ? ബാംഗിൾ പോലെ കിടക്കും. അതാണ് ഐഡന്റിഫിക്കേഷൻ ബ്രേസ്ലെറ്റ്. ഓക്കെ, എന്തൊക്കെ വിവരങ്ങളാണ് അതിനകത്ത് ഉണ്ടാവുക? ന്യൂ ബോൺ ബേബീസിന് കൊടുക്കാറുണ്ട്, ശരിയാണ്. അവരുടെ കയ്യിൽ എന്തായാലും ഉണ്ടാവും അല്ലെ? അല്ലാതെ സാധാ പേഷ്യൻസിനും എന്ത് കൊടുക്കാറുണ്ട്? ഐഡന്റിഫിക്കേഷൻ ബ്രേസ്ലെറ്റ് കൊടുക്കാറുണ്ട്, അഡ്മിറ്റ് ചെയ്യപ്പെടുന്ന പേഷ്യൻസിന്. ഓക്കെ, അതിനകത്ത് അവരുടെ നെയിം ഉണ്ടാവും അല്ലെ? പേരുണ്ടാകും, ചില സമയത്ത് ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടാകും, പിന്നെ ഡോക്ടറിന്റെ നെയിം ഉണ്ടാകും. ഓക്കെ, പിന്നെ മെഡിക്കേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉണ്ടാകും. അഡ്രസ്, റൂം നമ്പർ, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഈ ഒരു ഐഡന്റിഫിക്കേഷൻ ബ്രേസ്ലെറ്റിൽ ഉണ്ടാകും. അപ്പോ അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്യൂട്ടിയാണ് എന്ത്? ഐഡന്റിഫിക്കേഷൻ ബ്രേസ്ലെറ്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത്. ഓക്കെ, മിക്കവാറും ഇൻപേഷ്യന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വാർഡിലോ റൂമിലോ അഡ്മിറ്റ് ആകുന്ന പേഷ്യൻസിന് വൈറ്റ് കളറിലുള്ള ബ്രേസ്ലെറ്റ്, ഐഡന്റിഫിക്കേഷൻ ബ്രേസ്ലെറ്റ് ആണ് കൊടുക്കുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? വൈറ്റ് കളറാണ് കേട്ടോ. ഓക്കെ, പല രീതിയിലാണ്, പല ഹോസ്പിറ്റലിലും പല രീതിയിലാണ് ചെയ്യുന്നത്. എന്നാലും നമ്മൾ ഓൾമോസ്റ്റ് കണ്ടുവരുന്നത് വൈറ്റ് കളറാണ്. ICUലൊക്കെ കിടക്കുന്ന പേഷ്യൻസിനാണെങ്കിൽ ബ്ലൂ കളറിൽ കൊടുക്കാറുണ്ട്, ബ്ലൂ കളർ ഐഡന്റിഫിക്കേഷൻ ബ്രേസ്ലെറ്റ്. അങ്ങനെ പല കളറിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പൊ ഇത് പ്രിപ്പയർ ചെയ്യേണ്ടത് ആരാണ്? അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റ്. അത് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ.
നെക്സ്റ്റ് പോയിന്റ് കൺസെന്റ് ഫോം സൈൻഡ്, അതായത് പേഷ്യന്റിൽ നിന്നും കൺസെന്റ് ഫോം സൈൻ ചെയ്ത് വാങ്ങിക്കുക എന്നുള്ളതും അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ജോലിയാണ്. കൺസെന്റ് ഫോമിൽ എന്തൊക്കെയായിരിക്കും ഉണ്ടാവുക? കൺസെന്റ് ഫോമില് എന്തൊക്കെയായിരിക്കും കൺസെന്റ് ഫോമിൽ ഉണ്ടാവുക? നിങ്ങൾക്കറിയാമോ? കൺസെന്റ് ഫോം പേഷ്യന്റ് ഡീറ്റെയിൽസ് ഉണ്ടാകും, പിന്നെ കുറെ അധികം പോളിസീസ് അവിടെ കൊടുത്തിട്ടുണ്ടാവും അല്ലെ? അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ റെസ്പോൺസിബിൾ ആണെന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടാവും അല്ലെ? ഓക്കെ, അപ്പൊ കൺസെന്റ് ഫോം എന്ത് ചെയ്യും? സൈൻ ചെയ്ത് വാങ്ങിക്കാറുണ്ട്. അതും അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് അല്ലെ? ഓക്കെ. ഇനീഷ്യൽ ഓർഡേഴ്സ് ഒബ്റ്റെയിൻഡ്, അതായത് ഡോക്ടർമാരിൽ നിന്നും ഓർഡറുകൾ ശേഖരിക്കുക എന്നുള്ളതാണ്. ഡോക്ടേഴ്സ് പറയുന്ന കാര്യങ്ങളാണ് ആര് കേൾക്കുന്നത്? അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റിലുള്ള സ്റ്റാഫ് കേൾക്കുന്നത് അല്ലെ? നേഴ്സ് ഉൾപ്പെടെ. അപ്പൊ ഡോക്ടേഴ്സിൽ നിന്നും വിവരങ്ങള് എന്താ പറയാ ഗ്യാദർ ചെയ്യുക അല്ലെങ്കിൽ ഒബ്റ്റെയിൻ ചെയ്യുക എന്നുള്ളത് അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്യൂട്ടിയാണ്. ഇൻഫോം ടു ഫ്ലോർ വാർഡ് നഴ്സ്, അതായത് രോഗി എവിടെയാണോ പോകുന്നത്, ചിലപ്പോൾ റൂമിലായിരിക്കാം അല്ലെങ്കിൽ വാർഡിലായിരിക്കാം, എന്തായാലും റൂമും വാർഡും ഒക്കെ ഒരേ സെയിം ആയിട്ട് ഒരേ സ്ഥലത്ത് തന്നെ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് വർക്ക് ചെയ്യുന്ന നഴ്സ് ഉണ്ടാകും. അപ്പോ ആ ഒരു വാർഡ് നഴ്സിനെ വിവരം അറിയിക്കുക, ഇങ്ങനെ ഒരു പേഷ്യന്റ് വരുന്നുണ്ട് എന്നുള്ളൊരു വിവരം അറിയിക്കുക. കണ്ടിട്ടില്ലേ നിങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്ന സമയത്ത് ഫോണിൽ വിളിച്ച് പറയൂ അല്ലെ? ഈ ഒരു രോഗി വരുന്നുണ്ട്, ഒന്ന് പ്രിപ്പയർ ചെയ്യുക, ബെഡും കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യുക എന്നൊക്കെ പറയൂ അല്ലെ? അപ്പോ നഴ്സിനെ വിവരം അറിയിക്കുക. Then issue the visitors pass at the time of admission. അതും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും അല്ലെ? വിസിറ്റേഴ്സ് പാസ് കിട്ടിയിട്ടില്ലേ അഡ്മിഷൻ സമയത്ത്? എന്തിനാണ് വിസിറ്റേഴ്സ് പാസ് കൊടുക്കുന്നത്? റിലേറ്റീവ്സിനെ ബൈസ്റ്റാൻഡേഴ്സിനും റിലേറ്റീവ്സിനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടല്ലേ? ഓക്കെ, വിസിറ്റേഴ്സ് പാസ് നമ്മൾ ഇടയ്ക്ക് കാണിക്കേണ്ടി വരും അല്ലെ? സെക്യൂരിറ്റിയായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ. അപ്പോ വിസിറ്റേഴ്സ് പാസ് പ്രൊവൈഡ് ചെയ്യാന്നുള്ളതും അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്യൂട്ടിയാണ്. ലാസ്റ്റ് നോക്കിയേ, a minimum deposit amount is advised by the admission desk staff to be deposited at the account's cash counter. They will also draw out an estimate and guide you for selecting the relevant category of room. This amount varies depending upon the area, ward in which the patient is being admitted. The advance shall be adjusted against the final bill. At the time of discharge, those seeking the cashless route would have to visit the insurance desk, TPA desk for the hospitalization of the patient. ഇനി അവിടെയുള്ള അതായത് അഡ്മിഷൻ ഡെസ്കിലെ സ്റ്റാഫ് പറയുന്നതിനനുസരിച്ച് ഒരു മിനിമം ഡെപ്പോസിറ്റ് എമൗണ്ട് എന്ത് ചെയ്യണം? ക്യാഷ് കൗണ്ടറിൽ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അഡ്മിഷൻ സ്റ്റാഫ് പറയുന്നതിനനുസരിച്ച് എന്ത് ചെയ്യണം? നമ്മളൊരു മിനിമം തുക ക്യാഷ് കൗണ്ടറിൽ ഡെപ്പോസിറ്റ് ചെയ്യണം. അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? റൂം അല്ലെങ്കിൽ വാർഡ് സെലക്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ കൊടുക്കുന്ന അല്ലെങ്കിൽ നമ്മൾ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന തുക അനുസരിച്ചിട്ടായിരിക്കും നമ്മൾക്ക് എന്തെടുക്കാൻ റൈറ്റ് ഉള്ളത്. ഒന്നില്ലെങ്കിൽ നമ്മൾ കൂടുതൽ തുകയാണ് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളത് എങ്കിൽ നമുക്ക് വേണമെങ്കിൽ റൂം എടുക്കാം, അല്ലെങ്കിൽ അതിലും കുറവാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വാർഡ് എടുക്കാം. അപ്പോ അതിനനുസരിച്ച് നമ്മുടെ റൂം അവർ നമുക്ക് തരുന്നതാണ്, അല്ലെങ്കിൽ വാർഡ് നമുക്ക് അലോ ചെയ്യുന്നതാണ്. ഇനി ഈ സമയത്ത് ഈ പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ചികിത്സകളൊക്കെ കഴിഞ്ഞതിന് ശേഷം പേഷ്യന്റ് ഡിസ്ചാർജ് ആകുന്ന സമയത്ത് എന്ത് ചെയ്യും? ഈ ബിൽ, അതായത് നമ്മൾ അടച്ച തുക ഫൈനൽ ബില്ലിൽ അഡ്ജസ്റ്റഡ് ആകും. ഓക്കെ, നമ്മളിപ്പോ ഒരു 3000 രൂപയാണ് അടച്ചതെന്ന് വിചാരിക്കുക. ആദ്യത്തെ ഒരു ഡെപ്പോസിറ്റ് അഡ്മിഷൻ എടുത്ത സമയത്ത് സ്റ്റാഫ് പറഞ്ഞതനുസരിച്ച് നമ്മൾ ഒരു 3000 അടച്ചു എന്ന് വിചാരിക്കുക. നമ്മൾക്ക് വാർഡാണ് കിട്ടിയത്. ഓക്കെ, അതിനുശേഷം ഡിസ്ചാർജ് ആയി, 5 ദിവസത്തിന് ശേഷം ഡിസ്ചാർജ് ആയി, 10000 രൂപയാണ് ബില്ല് വന്നിരിക്കുന്നത്. പക്ഷെ നമ്മൾ എത്ര അടച്ചാൽ മതി? ബാക്കി എത്ര അടക്കണം? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. എത്ര അടക്കണം? 3000 രൂപ നമ്മൾ അടച്ചിട്ടുണ്ട്, 10000 രൂപ ബില്ല് വന്നു.
ഫൈനൽ ബില്ലിൽ അഡ്ജസ്റ്റഡ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. 7000 രൂപ അടച്ചാൽ മതി അല്ലെ. ഓക്കെ, 7000 രൂപയാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ബാക്കി തുക അടയ്ക്കേണ്ടത്. ഇനി ക്യാഷ്ലെസ് റൂട്ട് ഉണ്ട്, അതായത് ഇൻഷുറൻസ് ആവശ്യമുള്ളവർക്കാണെങ്കിൽ അതിന്റെ രേഖകളും മറ്റൊക്കെ കാണിച്ചാൽ മതി. ഡീറ്റെയിൽസ് കാണിക്കണം അല്ലെ. ഇൻഷുറൻസിന്റെ വിശദാംശങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ഹോസ്പിറ്റലില് ഇൻഷുറൻസ് ഡെസ്ക് ഉണ്ട്, അവിടെ കാണിച്ചു കഴിഞ്ഞാല് നമുക്ക് പൈസ അടയ്ക്കേണ്ട ആവശ്യം വരില്ല. ക്യാഷ്ലെസ് ആണെങ്കിൽ ചിലത് റീഇംബേഴ്സ്മെന്റ് ഉണ്ട് അല്ലെ. നമ്മൾ പൈസ അടക്കണം, ഇൻഷുറൻസ് കമ്പനി നമുക്കത് ഡോക്യുമെന്റുകളൊക്കെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പൈസ തിരിച്ചു തരും. ഈ ചിലതാണെങ്കിൽ ക്യാഷ്ലെസ് ആണ്, നമ്മള് പൈസ ഒന്നും അടയ്ക്കണ്ട, നമ്മള് ഡീറ്റെയിൽസ് കാണിച്ചാൽ മതി. ഓക്കെ, ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടോ എല്ലാവരും? എടുത്തിട്ടുണ്ട്? എടുത്തിട്ടില്ല? കിട്ടിയിട്ടുണ്ടോ? ക്യാഷ്ലെസ് റൂട്ടിലുള്ള ഇത് കിട്ടിയിട്ടുണ്ടോ? ഇൻഷുറൻസ് എടുത്തിട്ട് ക്യാഷ്ലെസ് പൈസ അടയ്ക്കേണ്ടി വന്നിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ട്? ഓക്കെ, ഇൻഷുറൻസ് കമ്പനിയുടെ പേരൊന്ന് പറയാമോ, ഏത് ഇൻഷുറൻസ് ആണെന്ന് ഒന്ന് കമന്റ് ചെയ്യാമോ? മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും, അതുകൊണ്ടാണ് കേട്ടോ നമ്മളോട് ചോദിക്കുന്നത്. ക്യാഷ്ലെസ് എടുത്തിട്ടുള്ളവര് ഒന്ന് പറയാം. കിട്ടിയിട്ടുള്ളവരൊന്ന് പറഞ്ഞേ. സ്റ്റാർ ഹെൽത്ത് കിട്ടിയിട്ടുണ്ട്? ഓക്കെ, അപ്പൊ ഇൻഷുറൻസ് എടുക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് അന്വേഷിച്ചതിന് ശേഷം മാത്രം എടുക്കുക കേട്ടോ. നോർക്ക ഇൻഷുറൻസ്. ഓക്കെ, ക്യാഷ്ലെസ് കിട്ടിയിട്ടുണ്ട് അല്ലെ. ഡെലിവറി ടൈമിലാണ് അല്ലെ. ഓക്കെ ഓക്കെ, അപ്പൊ ക്യാഷ് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടത്, ക്യാഷ്ലെസ് ആണെങ്കിൽ നമുക്ക് പൈസ എടുക്കേണ്ട ആവശ്യമില്ല, അതിന്റെ ഡോക്യുമെന്റുകൾ വ്യക്തമായിട്ടുള്ള വിവരങ്ങളൊക്കെ നമ്മൾ കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ കറക്റ്റ് ആയിട്ട് ഡീറ്റെയിൽ ഒക്കെ കൊടുക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് ശ്രദ്ധിച്ചു കൊടുക്കണം. ഫോം ഒക്കെ പൂരിപ്പിക്കുന്ന സമയത്ത് വളരെ വ്യക്തമായിട്ട് വേണം നമ്മൾ ഓരോ കാര്യങ്ങളും അതിനകത്ത് ഫില്ല് ചെയ്യാൻ കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ TP എന്ന് പറഞ്ഞിട്ടുണ്ട്. TP എന്ന് പറഞ്ഞാൽ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേഷൻ ആണ് കേട്ടോ, ഇൻഷുറൻസ് കമ്പനിയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോ ഏത് ഹോസ്പിറ്റലിലാണെങ്കിലും ഒരു ഇൻഷുറൻസ് ഡെസ്ക് ഉണ്ടാകും. അപ്പൊ അവിടെയാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള രേഖകൾ കാണിക്കേണ്ടത്. അങ്ങനെയാണ് നമ്മുടെ ഇൻഷുറൻസിന്റെ ക്ലെയിം നമുക്ക് അപ്രൂവ് ആകുന്നത് കേട്ടോ. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? ഫിഫ്ത് പോയിന്റോ, ഇനീഷ്യൽ ഓർഡേഴ്സ് ഒബ്റ്റെയിൻഡ് എന്നാണ്, അതായത് ഡോക്ടർമാരിൽ നിന്നുള്ള ഓർഡറുകൾ കളക്ട് ചെയ്യുക, ശേഖരിക്കുക എന്നുള്ളത്. ഡോക്ടർമാര് പറയുന്ന കാര്യങ്ങൾ കേൾക്കുക, അതുപോലെ തന്നെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ഇനീഷ്യൽ ഓർഡേഴ്സ് ഒബ്റ്റെയിൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് മൂന്നാമത്തേത് മെഡിക്കൽ എക്സാമിനേഷൻ ഇൻ OPD. OPDയിലെ മെഡിക്കൽ എക്സാമിനേഷൻ എങ്ങനെയാണ്, അതായത് അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിനെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, OPDയിൽ അഡ്മിറ്റ് ആവുന്നതിന് മുമ്പായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ചെക്കപ്പ് പരിശോധന നടത്തുന്നത് അല്ലെ. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണെന്നാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് പോയിന്റ്, a detailed social and medical history of the patient is taken by a physician and recorded. Patient's temperature, BP, pulse, respiration, etc. are recorded. എന്താണ്, പേഷ്യന്റിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സോഷ്യൽ ആൻഡ് മെഡിക്കൽ ഹിസ്റ്ററി ഡോക്ടർ പരിശോധിക്കുന്നു. ഓക്കെ, പരിശോധിച്ചിട്ട് അതെന്ത് ചെയ്യുന്നുണ്ട്, രേഖപ്പെടുത്തുന്നുണ്ട് അല്ലെ. അതായത് ചിലപ്പോ അത് ഡോക്ടറുടെ, അതായത് പേഷ്യന്റിന്റെ ഫയലിലാകാം, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ എൻ്റർ ചെയ്യുന്നതാകാം. എന്നിരുന്നാലും പേഷ്യന്റിന്റെ വിവരങ്ങൾ, ഡീറ്റെയിൽസ് ഡോക്ടർ രേഖപ്പെടുത്തുന്നു, റെക്കോർഡ് ചെയ്യുന്നു. അതിനകത്ത് ചില കാര്യങ്ങൾ വരുന്നുണ്ട്. പേഷ്യന്റിന്റെ ടെമ്പറേച്ചർ വരാം, പേഷ്യന്റിന്റെ ബ്ലഡ് പ്രഷർ എത്രയാണെന്ന് അല്ലെ. ഡോക്ടേഴ്സ് ബ്ലഡ് പ്രഷർ നോക്കാറില്ലേ ചെല്ലുമ്പോ തന്നെ? എന്ത് രോഗമാണെങ്കിലും എന്ത് ചെയ്യാറുണ്ട്, BP ചെക്ക് ചെയ്യാറുണ്ട് അല്ലെ. എന്നിട്ട് അത് എത്രയാണെന്ന് രേഖപ്പെടുത്താറുണ്ട് അല്ലെ. പിന്നെ പൾസ്, റെസ്പിറേഷൻ, ഇത്തരത്തിലുള്ള വിവരങ്ങളൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ഡോക്ടർ രേഖപ്പെടുത്തുന്നു. രണ്ടാമത്തെ പോയിന്റ്, the necessary investigation such as X-ray, lab test is done to diagnose the disease and prescribe treatment. അതായത് ചില സാഹചര്യങ്ങളിൽ രോഗിക്ക് ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമായിട്ട് വരും.
മറ്റു ചില പരിശോധനകൾ ആവശ്യമായിട്ട് വരും. ചിലപ്പോൾ എക്സ്റേ എടുക്കാൻ എഴുതും, മറ്റു ചിലപ്പോൾ ലാബ് ടെസ്റ്റുകൾ എടുക്കാൻ എഴുതും, അല്ലെ? എന്തിനു വേണ്ടിയിട്ടാണ്? രോഗം കണ്ടുപിടിക്കുന്നതിനും ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ടെസ്റ്റുകൾ നടത്തുന്നത്. മൂന്നാമത്തെ പോയിന്റ്, those who are admitted to hospital for further investigations and treatment to the concerned ward on the advice of treating doctor. The ward is designed by the staff at the admission desk and entered in the case sheet. അതായത് ഡോക്ടർ പറയുന്ന രോഗികൾ, അതായത് അഡ്മിറ്റ് ആകുന്ന പേഷ്യൻസ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വാർഡിൽ അല്ലെങ്കിൽ റൂമിലോട്ടാണ് പോകുന്നത്. ഇങ്ങനെ പോകുമ്പോൾ അവർക്ക് വാർഡ് അല്ലെങ്കിൽ റൂം ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത്, ഡെസിഗ്നേറ്റ് ചെയ്ത് കൊടുക്കുന്നത് ആരാണ്? അവിടെയുള്ള അഡ്മിഷൻ ഡെസ്കിലെ സ്റ്റാഫാണ്, അല്ലെ? അവരാണ്, ഡോക്ടർ അല്ല നമുക്ക് റൂം അല്ലെങ്കിൽ വാർഡ് കാണിച്ചു തരുന്നത്, അല്ലെ? ആരായിരിക്കും? ചില കൂടുതൽ കേസിൽ, അതായത് കൂടുതലായിട്ടും നഴ്സുമാരാണ് നമ്മുടെ കൂടെ വരിക. ചില സമയത്ത് എന്ത് ചെയ്യും? അഡ്മിഷൻ ഡെസ്കിലെ സ്റ്റാഫ് ആയിരിക്കും കൂടെ വരുന്നത്. നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള റൂം അല്ലെങ്കിൽ ഇന്ന റൂമാണ് അല്ലെങ്കിൽ ഏത് വാർഡാണെന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? അവിടെ പറഞ്ഞു തരും. എന്നിട്ട് കേസ് ഷീറ്റ് ആ വാർഡിലോട്ട് കൈമാറും. അവിടെയുള്ള കേസിൽ കൈമാറുന്നതാണ് കണ്ടുവരുന്നത് പതിവായിട്ട് കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് OPDയുടെ പ്രോസസ്സിംഗിൽ നടക്കുന്നത്. ക്ലിയർ അല്ലേ? Okay. Then fourth point, transporting the client from OPD to IPD. ഇനി പേഷ്യന്റിനെ എങ്ങനെയാണ് OPDയിൽ നിന്ന് IPDയിലേക്ക് കൊണ്ടുപോകുന്നത് നമുക്കൊന്ന് നോക്കാം. First one, clients who are not very ill and are able to walk are accompanied to ward by a nurse or attendant. അതായത് ചില പേഷ്യൻസ് അത്ര ക്രിട്ടിക്കൽ അല്ലാത്ത പേഷ്യൻസ് ഉണ്ട്, അവർക്ക് നടക്കാനൊക്കെ സാധിക്കും, വാക്ക് ചെയ്യാനൊക്കെ പറ്റും. അത്തരത്തിലുള്ള പേഷ്യൻസിനെ കൊണ്ടുപോകുന്നത് ഒന്നില്ലെങ്കിൽ നഴ്സോ അല്ലെങ്കിൽ അറ്റൻഡന്റോ ആയിരിക്കും. ഇപ്പൊ നമ്മളിപ്പോ സാധാരണയായിട്ട് നമുക്ക് എന്തെങ്കിലും സാധാരണയായിട്ടുള്ള ഒരു അസുഖം വന്നെന്ന് വിചാരിക്കാം, നമ്മൾ അഡ്മിറ്റ് ചെയ്തു. പക്ഷെ നമ്മൾ ഭയങ്കരമായിട്ടുള്ള ആവശ്യതയല്ല ഉള്ളത്. അപ്പൊ എന്ത് ചെയ്യാറുണ്ട്? നമുക്ക് നടന്നു പോകാൻ പറ്റാറുണ്ട്, അല്ലെ? പക്ഷെ കൂടെ ആര് വരും? ഒന്നില്ലെങ്കിൽ നഴ്സ് വരാം, അല്ലെങ്കിൽ അറ്റൻഡന്റ് വരാം. വന്നിട്ടുണ്ടോ? ഒന്ന് ഓർത്തു നോക്കിയാ വന്നിട്ടുണ്ടോ? ഒന്ന് ഉണ്ട്. അപ്പോ അതാണ് ഒരു ടൈപ്പ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ നമുക്ക് നോക്കാം. Wheelchairs should be available for those who are too sick, not able to walk. ഇനി നടക്കാൻ പറ്റാത്ത ചില പേഷ്യൻസ് ഉണ്ട്, അവര് ഭയങ്കരമായിട്ട് വീക്ക് ആയിരിക്കും, ക്ഷീണിതമായിട്ടായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് സിക്ക് ആയിരിക്കും, അല്ലെ? ഭയങ്കരമായിട്ടുള്ള ക്ഷീണവും തളർച്ചയും ഒക്കെ ഉള്ള ആളുകൾ ഉണ്ടാവും. അപ്പൊ അവരെ എന്ത് ചെയ്യും? അവർക്ക് നടക്കാനും സാധിക്കില്ല ചിലപ്പോ. ഓക്കെ, ഭയങ്കര ക്ഷീണിച്ചിട്ടായിരിക്കും വരുന്നത്. ആ സമയത്ത് ഇത്തരത്തിലുള്ള രോഗികൾക്ക് വേണ്ടിയിട്ട് വീൽ ചെയർസ് ആണ് ഒരുക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യും? അറ്റൻഡർമാര് വീൽ ചെയറിൽ ഇവരെ കൊണ്ടുപോകുന്നത് കാണാനായിട്ട് സാധിക്കും. കണ്ടിട്ടുണ്ടോ? ഉണ്ടോ ഇല്ലയോ? എക്സ്പീരിയൻസ് ഉണ്ട്. ഇനി മൂന്നാമത്തെ പോയിന്റ്, clients who are brought to hospital on ambulance should be carried to their respective wards on stretchers. ഇനി ചില പേഷ്യൻസിന് എന്ത് ചെയ്യും? തീരെ അവശരായിട്ടുള്ള പേഷ്യൻസ്, ഒട്ടും വയ്യാതെ മോശം അവസ്ഥയിൽ വരുന്ന പേഷ്യൻസ്, അവരെ ചിലപ്പോൾ കൊണ്ടുവരുന്നത് ആംബുലൻസിലായിരിക്കും. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള പേഷ്യൻസിനെ സ്ട്രെച്ചേഴ്സ് വഴിയാണ്, സ്ട്രെച്ചേഴ്സിൽ കിടത്തിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? സ്ട്രെച്ചറിൽ കിടത്തിയിട്ടാണ് കൊണ്ടുപോകുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരത്തില് 3 രീതിയിലാണ് എന്ത് ചെയ്യുന്നത്? OPDയിൽ നിന്ന് IPDയിലേക്ക് പേഷ്യൻസിനെ കൊണ്ടുപോകുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ നടക്കാൻ പറ്റുന്ന പേഷ്യൻസ് ആണ്. അവർക്ക് മറ്റുള്ളവരുടെ സഹായമോ അങ്ങനെയുള്ള കാര്യമൊന്നും ആവശ്യമില്ല, എന്നാലും നഴ്സോ അറ്റൻഡന്റ് അവരുടെ കൂടെ പോകുന്നു. രണ്ടാമത്തത് സിക്ക് ആയിട്ടുള്ള വീക്ക് ആയിട്ടുള്ള പേഷ്യൻസ് ആണ്, അവർക്ക് നടക്കാൻ പറ്റില്ല, അവരെ വീൽ ചെയറിലാക്കിയാണ് കൊണ്ടുപോകുന്നത്. മൂന്നാമത്തത് ആംബുലൻസിൽ കൊണ്ടുവരുന്ന പേഷ്യൻസ് ആണ്. എന്താണ് കൂടുതലായിട്ട്, അതായത് ക്രിട്ടിക്കൽ ആയിട്ടുള്ള ചിലപ്പോൾ കണ്ടീഷനിലായിരിക്കാം കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ തീരെ
മോശമാവസ്ഥയിലായിരിക്കും കൊണ്ടുവരുന്നത്. അവരെ സ്ട്രെച്ചറിൽ കിടത്തിയാണ് കൊണ്ടുപോകുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? നെക്സ്റ്റ് ഫിഫ്ത് വൺ ആണ് റിസീവ് ദ പേഷ്യന്റ് ബൈ വാർഡ് സിസ്റ്റം. ഇനി ഇങ്ങനെ വരുന്ന പേഷ്യൻസിന് ആര് റിസീവ് ചെയ്യുന്നു? വാർഡ് സിസ്റ്റർ ആണ് റിസീവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഇനി നോക്കാനുള്ളത് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദ നഴ്സ് ആണ് കേട്ടോ. അത് നിങ്ങളൊന്ന് റീഡ് ചെയ്യാം. റീഡ് ചെയ്ത് കഴിഞ്ഞിട്ട് തമ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, വായിച്ചു കഴിഞ്ഞു. റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദ നഴ്സ്. നഴ്സിന്റെ ഡ്യൂട്ടീസ് അഥവാ ഉത്തരവാദിത്തങ്ങളെ കുറിച്ചിട്ടാണ് ഇത് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് പോയിന്റ്, പ്രിപ്പയർ റൂം. ഓക്കെ, അതായത് പേഷ്യന്റിന് വേണ്ടിയിട്ടുള്ള മുറി അഥവാ റൂം പ്രിപ്പയർ ചെയ്യാന്നുള്ളതാണ് ആദ്യത്തെ ഡ്യൂട്ടി. Prepare a clean and neat admission room with all necessary items according to the needs of the patient. പേഷ്യന്റിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് നീറ്റ് ആയിട്ടുള്ളതും ക്ലീൻ ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു റൂം പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അതായത് പേഷ്യന്റ് ആവശ്യങ്ങൾ, അതായത് രോഗികൾ എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ളവരാണ് അല്ലെ, പലതരത്തിലുള്ള അസുഖങ്ങൾ ആയിട്ടാണ് അവർ വരുന്നത്. അവർക്ക് പല വിധത്തിലുള്ള ആവശ്യങ്ങൾ ഉണ്ടാവും അല്ലെ. ചില ആളുകൾക്ക് നെബുലൈസർ വേണ്ടി വരും. ഇനി ചില ആളുകൾക്ക് എപ്പോഴും എന്താ പറയാ ഡയബറ്റീസ് പേഷ്യന്റ് ഒക്കെ ആണെങ്കിൽ അവർക്ക് എപ്പോഴും അവരുടെ ഷുഗർ ഒന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എക്യുപ്മെന്റ് വേണ്ടി വരും അല്ലെ. അപ്പോ അത്തരത്തില് പലതരത്തിലുള്ള ആവശ്യങ്ങളുള്ള പേഷ്യൻസ് ഉണ്ട്. അപ്പൊ അതിനനുസരിച്ചിട്ട് ഇപ്പൊ എക്യുപ്മെന്റ് ഒക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യണം? റൂം അറേഞ്ച് ചെയ്യണം. ആ റൂം അറേഞ്ച് ചെയ്യുന്നത് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടായിരിക്കണം, വൃത്തിയായിട്ടായിരിക്കണം റൂം അറേഞ്ച് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, നമുക്കറിയാം പുതുതായിട്ടുള്ള ഒരു പേഷ്യന്റ് വരുമ്പോൾ പുതിയ ബെഡ്ഷീറ്റും അതുപോലെ വാർഡിലൊക്കെ ആണെങ്കിൽ പുതിയ ബെഡ്ഷീറ്റ്, പില്ലോ കവർ അതൊക്കെ പുതിയതായിരിക്കും അല്ലെ. ഉപയോഗിച്ചത് വീണ്ടും ഉപയോഗിക്കോ? അവിടെ കിടന്നിരുന്ന പേഷ്യൻസ് ഉപയോഗിച്ച സാധനം നമ്മൾ വീണ്ടും ഉപയോഗിക്കോ? ഒരിക്കലും ഇല്ല അല്ലെ. പുതുതായിട്ടുള്ള, അതായത് നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ പേഷ്യന്റിന് ആവശ്യമുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ ഐറ്റംസ് അവിടെ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ്, പ്രിപ്പയർ ആൻ അപ്രോപ്രിയേറ്റ് ടൈപ്പ് ഓഫ് ബെഡ് വിത്ത് ആഡിക്വേറ്റ് അഡ്ജസ്റ്റഡ് ഹൈറ്റ് ഓഫ് ദ ബെഡ്. അതുപോലെ തന്നെ ബെഡ് ആവശ്യത്തിന് അനുസരിച്ചിട്ട് അറേഞ്ച് ചെയ്യാൻ അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വെക്കണം എന്നാണ് പറയുന്നത് അല്ലെ.
ചില ബെഡ്സിൽ എന്തുണ്ട് നമുക്കറിയാം, ഇപ്പോഴുള്ള ബെഡുകളിലൊക്കെ കൂടുതൽ കുറച്ച് ഫെസിലിറ്റീസ് നമുക്ക് കാണാം, സൗകര്യങ്ങൾ ഉണ്ട് അല്ലെ. അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റില്ല, ഹൈറ്റ് കൂട്ടാം, ഹൈറ്റ് കുറയ്ക്കാം അല്ലെ. ഇപ്പൊ പേഷ്യന്റിന് എന്താണോ കംഫർട്ടബിൾ, ചിലപ്പോൾ പേഷ്യന്റിന് കിടക്കാനായിരിക്കും താല്പര്യം, അങ്ങനെയാണെങ്കിൽ അതിനനുസരിച്ചുള്ള അറേഞ്ച്മെന്റ് ചെയ്യാം. ചിലപ്പോൾ ചാരി ഇരിക്കാനായിരിക്കും ആഗ്രഹം, അപ്പോ അതിനനുസരിച്ച് ബെഡ് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ പേഷ്യന്റ് ആവശ്യം എന്താണോ അതിനനുസരിച്ച് എന്ത് ചെയ്യണം, ബെഡ് അഡ്ജസ്റ്റ് ചെയ്യണം, അതിന്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അതും നേഴ്സാണ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, പിന്നെ രണ്ടാമത്തെ പോയിന്റ് ഐഡന്റിഫൈ സെൽഫ്, അതായത് സ്വയം പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് രണ്ടാമത്തെ റെസ്പോൺസിബിലിറ്റി. വെൽക്കം ദ പേഷ്യന്റ് ആൻഡ് ഹിസ് ഫാമിലി വിത്ത് എ വാം അപ്രോച്ച്. പേഷ്യന്റിനെ ആയാലും പേഷ്യന്റിന്റെ ഫാമിലിയെ ആയാലും നല്ല രീതിയിൽ അവരെ വെൽക്കം ചെയ്യുക. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് make the patient comfortable in bed and provide him with the hospital clothes and ensure adequate privacy. ഇനി പേഷ്യന്റിനെ കംഫർട്ടബിൾ ആക്കുക എന്നുള്ളതാണ് അടുത്തൊരു ഡ്യൂട്ടി എന്ന് പറയുന്നത്. കാരണം ഈ പേഷ്യന്റ് വരുന്നത് വളരെയധികം ആൻസൈറ്റി, എക്സൈറ്റ്മെന്റ് അല്ലെ, ഫിയർ, പേടി, കുറേയധികം അവർക്ക് കുറെ ആശങ്കകൾ ഉണ്ടാകാം, പിന്നെ അതുപോലെ തന്നെ പേടി ഉണ്ടാകാം, ചിലപ്പോൾ ടെൻഷൻ ഉണ്ടാകാം. ഇങ്ങനെയൊക്കെയാണ് പേഷ്യന്റ് വരുന്നത്. നമ്മളായാലും അങ്ങനെ തന്നെയാണല്ലോ, നമ്മൾക്ക് എന്തെങ്കിലും രോഗം വന്നിട്ട് മാറാത്തൊരവസ്ഥയിൽ നമ്മൾ അഡ്മിറ്റ് ചെയ്യുവാണ്, അപ്പൊ നമുക്ക് ടെൻഷൻ ഉണ്ടാവില്ലേ? രോഗം മാറുമെന്ന് ഓർത്തിട്ട് നമ്മളിങ്ങനെ ചിന്തിച്ചിരിക്കില്ലേ, അസുഖം മാറുമോ, ഞാൻ മരിച്ചു പോവോ എന്നൊക്കെ ആയിരിക്കില്ലേ നമ്മുടെ ചിന്ത വരുന്നത് അല്ലെ. സത്യമാണ് ഞാൻ പറയുന്നത്. ഈ അസുഖം എപ്പോഴാണ് മാറുന്നത്, എന്താണ് എനിക്ക് എനിക്ക് എന്റെ ഉള്ളിൽ എന്താണ്, എനിക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നൊക്കെ ആയിരിക്കും നമ്മൾക്ക് ഇങ്ങനെ ചിന്തകൾ ഉണ്ടാവുക. അഡ്മിറ്റ് ആണല്ലോ നമ്മള്, നമുക്ക് പുറത്തു പോകാനും പറ്റില്ല. അപ്പൊ ആ സമയത്ത് ഭയങ്കരമായിട്ടുള്ള പേടിയോടും സ്ട്രെസ്സോടും ഒക്കെ കൂടിയാണ് പേഷ്യന്റ് വരുന്നത്. അപ്പൊ അവരെ കംഫർട്ടബിൾ ആക്കുക, അവരെ ആശ്വസിപ്പിക്കേണ്ടത് ആരുടെ ഡ്യൂട്ടിയാ? നേഴ്സിന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, അതുപോലെ തന്നെ അവരുടെ ഫാമിലി മെമ്പേഴ്സിനെയും കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ടത് നേഴ്സിന്റെ ഡ്യൂട്ടിയാണ്. പിന്നെ അവർക്ക് ചില ഹോസ്പിറ്റൽ ക്ലോത്ത്സ് കൊടുക്കാറുണ്ട്. ഹോസ്പിറ്റൽ ക്ലോത്ത്സ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അവരവരുടെ ഡ്രസ്സുകൾ എന്ത് ചെയ്യാൻ പാടില്ല, ഉപയോഗിക്കാൻ പാടില്ല. ഹോസ്പിറ്റലിൽ എന്ത് ചെയ്യും, അവർക്ക് വേണ്ടിയിട്ടുള്ള ക്ലോത്ത് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ ആവശ്യമെങ്കിൽ ഹോസ്പിറ്റൽ ക്ലോത്ത് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതും പേഷ്യന്റിന് വേണ്ടിയിട്ടുള്ള പ്രൈവസി അനുവദിക്കുക എന്നുള്ളതും നേഴ്സിന്റെ ഡ്യൂട്ടി. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് പോയിന്റ് ലെസൺ ആൻസൈറ്റി ഫിയർ, അതായത് അവരുടെ പേടി കുറക്കുക, ഭയം കുറക്കുക എന്നൊക്കെ ഉള്ളതും നേഴ്സുമാരുടെ ഡ്യൂട്ടി ആയിട്ടാണ് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ആദ്യത്തെ ഞാൻ പറഞ്ഞു പ്രിപ്പയർ റൂം പറഞ്ഞു, രണ്ടാമത്തത് ഐഡന്റിഫൈ സെൽഫ് പറഞ്ഞു, പിന്നെ പരിചയപ്പെടുത്തണം കേട്ടോ. പേരും ഡീറ്റെയിൽസ് ഒക്കെ പറയാം, അഡ്രസ് കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കണ്ട, ഫോൺ നമ്പർ അതൊന്നുമല്ല. മറിച്ച് എന്റെ പേര് ഇതാണ്, ഞാനിപ്പോ ഇന്ന സമയമാണ് ഡ്യൂട്ടിക്ക് വരുന്നത്, ചിലപ്പോൾ മോർണിംഗ് ഡ്യൂട്ടി ആയിരിക്കാം, അല്ലെങ്കിൽ ഈവനിങ് ഡ്യൂട്ടി ആയിരിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. ഓക്കെ, പരിചയപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. ഇനി നെക്സ്റ്റ് ഓറിയന്റ് പേഷ്യന്റ് ആണ് കേട്ടോ. പേഷ്യന്റിനെ ചില കാര്യങ്ങളിൽ ഓറിയന്റ് ആക്കുക, അല്ലെങ്കിൽ അവബോധം ഉണ്ടാക്കുക. കുറച്ച് കാര്യങ്ങളെ കുറിച്ച് പേഷ്യന്റ് ബോധ്യപ്പെടുത്തേണ്ടത് നേഴ്സിന്റെ ഡ്യൂട്ടിയാണ്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളിലാണ് പേഷ്യന്റിന് ഓറിയന്റേഷൻ കൊടുക്കേണ്ടത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തിങ് ആണ് ലൊക്കേഷൻ ഓഫ് നഴ്സസ് സ്റ്റേഷൻ. അതായത് നഴ്സസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നഴ്സസ് സ്റ്റേഷൻ ഒന്ന് കമന്റ് ചെയ്തേ. നഴ്സസ് സ്റ്റേഷൻ എന്താ? നഴ്സിംഗ് റൂം ആണല്ലേ, നഴ്സുമാര് ഇരിക്കുന്ന റൂമാണ് എന്ത്? നഴ്സസ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ പേഷ്യന്റ് പറഞ്ഞു കൊടുക്കണം എന്ത്, എവിടെയാണ് നഴ്സിംഗ് സ്റ്റേഷൻ, അതായത് നഴ്സുമാര് ഇരിക്കുന്ന അല്ലെങ്കിൽ അവരുള്ള റൂം എവിടെയാണെന്ന് പേഷ്യന്റിന് പറഞ്ഞു കൊടുക്കണം. കാരണം എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാല് നഴ്സുമാരെ വിളിക്കണ്ടേ. അപ്പോ നഴ്സസ് സ്റ്റേഷൻ എവിടെയാണെന്ന്, അതിന്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് പേഷ്യന്റിന് ഓറിയന്റ് ചെയ്യാം. രണ്ടാമത്തെ പോയിന്റ് റൂം ബൗണ്ടറീസ് ആണ്. അതായത് ഓരോരുത്തർക്കും റൂമുകളൊക്കെ ആയിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ, ഓരോ പേഷ്യൻസിനും റൂമായിട്ടാണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, വാർഡില്ലെന്ന് വിചാരിക്കുക, റൂമായിട്ടാണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. ഈ റൂം
ഇനി പുറത്തേക്ക്, അതായത് ഇപ്പോ ഒരു റൂം നമ്പർ എന്ന് പറയുന്നത് 98ാമത്തെ റൂമിലാണ് ഒരു പേഷ്യന്റ് ഉള്ളത്. അതിന് തൊട്ടടുത്തായിട്ട് 97ഉം 96ഉം അതുപോലെ 100 റൂമുകളൊക്കെ ധാരാളം ഉണ്ട്. അങ്ങോട്ടൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, പേഷ്യന്റ് അനാവശ്യമായിട്ട് പോകാനായിട്ട് പാടില്ല. അങ്ങനെ പോകാനായിട്ട് സമ്മതിക്കവര്? നമ്മുടെ വീട് പോലെ ചുറ്റി കാണാൻ പറ്റുമോ എല്ലാരും? ഇല്ല അല്ലെ? മറ്റൊരാളുടെ റൂമിൽ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ കയറാൻ പാടില്ല. അയാളുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അയാളുടെ റൂമിൽ കയറാനായിട്ട് പാടുള്ളൂ. കുളിഞ്ഞു നോക്കാനൊന്നും പാടില്ല അല്ലെ? ചിലവർ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്, വാതിലിന്റെ അടുത്തൊക്കെ ചെന്ന് കേൾക്കാറുണ്ട് അവരെന്തൊക്കെയാണ് പറയുന്നത്. അല്ലെങ്കിൽ അനാവശ്യമായിട്ട് ആരായും ചില ആളുകൾ. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പാടില്ല. അതുകൊണ്ട് തന്നെ ആവശ്യാന്വേഷണം, റൂം ബൗണ്ടറീസ്, അതായത് തന്റെ റൂം ഇതാണ്, അതിന് പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ക്ലോത്ത് സ്റ്റോറേജ്, അതായത് ഇപ്പൊ ഹോസ്പിറ്റൽ ഡ്രസ്സൊക്കെ കൊടുക്കുന്ന അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഡ്രസ്സ് വിയർ ചെയ്യേണ്ടെന്ന് നിർബന്ധമുള്ള ഹോസ്പിറ്റലുകളൊക്കെ ആണെങ്കിൽ അവരുടെ ഡ്രസ്സുകളൊക്കെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്റ്റോറേജ് സംവിധാനങ്ങൾ ഉണ്ടാകും. ഡ്രസ്സുകളൊക്കെ കളക്ട് ചെയ്ത് വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള. അപ്പൊ അത് അവിടെയാണ്, എവിടെയാണോ അതിന്റെ ലൊക്കേഷൻ വരുന്നത് അത് പറഞ്ഞു കൊടുക്കുക. ക്ലോത്ത് സ്റ്റോറേജ് ഇവിടെയാണെന്നുള്ള വിവരം പേഷ്യന്റിന് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതും ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ കോൾ ലൈറ്റ്. കോൾ ലൈറ്റ് എന്ന് പറഞ്ഞാല് ഒരു അലേർട്ടിംഗ് ഡിവൈസ് ആണ് കേട്ടോ. അലേർട്ടിംഗ് ഡിവൈസ് കണ്ടിട്ടുണ്ടോ? കോൾ ലൈറ്റ് കണ്ടിട്ടുണ്ടോ? ഈ പേഷ്യന്റിന്റെ ബെഡിന്റെ ഒക്കെ തൊട്ടടുത്തായിട്ട് ഈ കോൾ ലൈറ്റ് ഉണ്ടാവും. എന്താണ് ഈ സെറ്റ് ഗാലറി? കോൾ ലൈറ്റ് എന്താണ്? എങ്ങനെയാണ് അത് ഇരിക്കുക? ഞാനൊന്ന് മൈക്ക് ഓൺ ചെയ്യാം. ഒരു സ്വിച്ച് ഉണ്ടാകും, അത് നമ്മൾ പ്രസ് ചെയ്താൽ അവിടെ അലാറം ചെയ്യും. എവിടെയാണ് അലാറം അടിക്കുന്നത്? നഴ്സിംഗ് സ്റ്റേഷനിലോ നഴ്സിംഗ് റൂമിലോ. നഴ്സിംഗ് റൂമില് അലാറം അടിക്കും അല്ലെ? അതായത് നമുക്കറിയാം ചില പേഷ്യൻസിനൊന്നും നഴ്സുമാരെ ചെന്ന് വിളിക്കാനുള്ള സൗകര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ചിലപ്പോ കിടപ്പിലായിട്ടുള്ള പേഷ്യൻസ് ഉണ്ടാകും അല്ലെ? ചില ഹോസ്പിറ്റലിൽ ആണല്ലേ? ബൈസ്റ്റാൻഡർ ഉണ്ടാവില്ല ചില സമയത്ത്. ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. അതെ അല്ലെ? ഓക്കെ. അപ്പോ അവരെ എന്തെങ്കിലും എമർജൻസി സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞാല് അവരെ വിളിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കോൾ ലൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. കോൾ ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അലേർട്ടിംഗ് ഡിവൈസ് ആണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അലേർട്ടിംഗ് ഡിവൈസ് ആണ് കേട്ടോ. നഴ്സുമാരെ വിളിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഓക്കെ. Then next one, bed controls. എന്താണ് bed controls? bed control എന്താ? ചില ബെഡുകൾ ഞാൻ പറഞ്ഞു, അതായത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും അല്ലെ? അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കില്ലേ? ഹൈറ്റ് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ സാധിക്കും അല്ലെ? അപ്പൊ അതെങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കുക. ആ ബെഡ് എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത്, അത് അഡ്ജസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ ഈ ഒരു പേഷ്യന്റിന് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ ബെഡ് കൺട്രോൾസിൽ വരുന്നത്. ദെൻ ലൈറ്റ് സ്വിച്ചസ്, അതായത് ഫാനിന്റെയും ലൈറ്റിന്റെ ഒക്കെ സ്വിച്ചുകൾ ഉണ്ടാവും. അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, കാരണം ആ പേഷ്യന്റ് ആണ് ആ റൂം അഡ്മിറ്റ് ചെയ്യുന്ന ആ സമയം തുടങ്ങി ഉപയോഗിക്കുന്നത് കുറച്ച് ദിവസത്തേക്ക് അല്ലെ? അപ്പോ ആ റൂമിലെ കാര്യങ്ങൾ, അതായത് സ്വിച്ചസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ആ പേഷ്യന്റിന് അറിഞ്ഞിരിക്കണം. ഓക്കെ. നെക്സ്റ്റ് വൺ ടെലിഫോൺ പോളിസിയാണ്. എന്താണ് ടെലിഫോൺ പോളിസി? ചില റൂമുകളിലൊക്കെ ഫോൺ കൊടുക്കാറുണ്ട് അല്ലെ? ടെലിഫോൺ ഉണ്ടാകാറുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ടെലിഫോൺ ഉണ്ടാകും അല്ലെ? അപ്പൊ ഈ ടെലിഫോണില് നമുക്ക് തോന്നിയ ആളുകളൊന്നും വിളിക്കാൻ പറ്റില്ല. എല്ലാവരെയും വിളിക്കാൻ പറ്റുമോ? നമ്മുടെ റിലേറ്റീവ്സിനെയും അങ്ങനെയുള്ള ആളുകളൊന്നും വിളിക്കാൻ പറ്റില്ല അല്ലെ? ചിലപ്പോ ക്യാൻറ്റീനിൽ വിളിക്കാം, ഹോസ്പിറ്റൽ റിസപ്ഷനിൽ വിളിക്കാം, ലാബില് വിളിക്കാം. അങ്ങനെ ഇന്ന ആളുകളെ വിളിക്കണം അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തേക്ക് മാത്രം വിളിക്കണം എന്നുണ്ടാവും. നഴ്സിംഗ് സ്റ്റേഷനിൽ വിളിക്കാം അല്ലെ? അപ്പൊ ആ ഒരു പോളിസി പറഞ്ഞു കൊടുക്കുക. അനാവശ്യമായിട്ട് ടെലിഫോൺ ഉപയോഗിക്കാൻ പാടില്ല, അത്യാവശ്യ സമയത്ത് മാത്രം വിളിച്ചാൽ മതി എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, പറഞ്ഞ് കൊടുക്കാവുന്നതാണ്. ഓക്കെ. പിന്നെ TV കൺട്രോൾസ്. TV കൈകാര്യം ഇപ്പൊ ടെലിഫോൺ ഉപയോഗിക്കുന്നത് പോലെ തന്നെയാണ് അല്ലെ? TV കൺട്രോൾ ചെയ്യുന്നത്. TV നമ്മള്
ചില റൂമിലൊക്കെ ടിവിസ് ഉണ്ടാകും, ടെലിവിഷൻ ഉണ്ടാകും. അപ്പൊ അത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്, അതിന്റെ ഉപയോഗക്രമം എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം പറഞ്ഞ് കൊടുക്കേണ്ടത്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ മീൽ ടൈംസ്, അതായത് ഭക്ഷണം കഴിക്കുന്ന സമയം. ഇപ്പൊ ചില പേഷ്യൻസ് ഒക്കെ ഇപ്പൊ ഡയബറ്റിക് പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് കൃത്യസമയത്ത് തന്നെ ഭക്ഷണം കഴിക്കണം അല്ലെ. അപ്പൊ ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടാകും രോഗിക്ക് ഇത്ര സമയത്താണ് ഭക്ഷണം കഴിക്കേണ്ടത്, അതിനുശേഷമാണ് മരുന്ന് കഴിക്കേണ്ടത് ഉള്ള സജഷൻസ് ഒക്കെ ഉണ്ടാകും. അപ്പോ ആ രോഗിയുടെ രോഗത്തിന്റെ ഇതനുസരിച്ചിട്ട് എന്ത് ചെയ്യാം, ആ രോഗിക്ക് മീൽ ടൈം കൊടുക്കാം. ചിലപ്പോ ആ ഹോസ്പിറ്റലിന് മൊത്തം ബാധകമായിരിക്കും, അല്ലെങ്കിൽ ആ പേഷ്യന്റ് മാത്രം സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. രാവിലെ, ഉച്ചയ്ക്ക്, രാത്രി, വൈകുന്നേരം അങ്ങനെയുള്ള സമയങ്ങൾ എപ്പോഴാണ് ഭക്ഷണം കഴിക്കേണ്ടത് ആ സമയം പറഞ്ഞു കൊടുക്കാം. ഓക്കെ. അപ്പൊ അത്രയും വരെ ഒന്ന് എടുത്താൽ മതി. ഇനി അടുത്തത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. വിസിറ്റിംഗ് അവേഴ്സ് തുടങ്ങി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. മനസ്സിലായോ എത്രയും എടുത്തത്? ഓക്കെ അല്ലേ? ബാക്കി ഭാഗം തിങ്കളാഴ്ചത്തേക്ക് ഒന്ന് വായിച്ചിട്ട് വരിക കേട്ടോ. ഓക്കെ. ചാപ്റ്റർ ലാസ്റ്റ് വരെ ഇനി കണ്ടിന്യൂ ചെയ്യാനുള്ളത് തുടങ്ങി ചാപ്റ്റർ ലാസ്റ്റ് വരെ ഒന്ന് വായിച്ചിട്ട് വരിക. ഓക്കെ. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സംശയമൊന്നുമില്ല അല്ലേ? ഓക്കെ. Okay, thank you. Thank you, ma'am. Thank you, ma'am.